അടിയന്തരാവസ്ഥ കാലത്തിന്റെ തീച്ചൂടാണ് സീതാറാം യെച്ചൂരിയിലെ രാഷ്ട്രീയ പ്രവർത്തകനെ സ്ഫുടം ചെയ്തെടുത്തത്. ജനങ്ങളുടെ തുല്യതയ്ക്കും അവകാശങ്ങൾക്കുമായി ഉയർന്ന ഓരോ സമരമുഖത്തും വിട്ടുവീഴ്ചകളില്ലാതെ അടിയുറച്ചു നിന്നു. പഠനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒരേപോലെ മികവ് തെളിയിച്ചു യെച്ചൂരി. പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ CBSE പരീക്ഷയിൽ രാജ്യത്ത് 1ാം റാങ്ക് നേടിയിരുന്നു. പിന്നീട് ഡൽഹിയിലെ പ്രശസ്തമായ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ BA ഓണേഴ്സ് പഠനം. ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കെ 1974 SFI അംഗമായി. അടിയന്തരാവസ്ഥ കാലത്ത് കുറെ കാലം ഒളിവിൽ പ്രവർത്തിച്ചു. 1977 സെപ്റ്റംബർ 5 അന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരിയുടെ നേതൃത്വത്തിൽ 500-ലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ ഇന്ദിരാഗാന്ധി തന്നെ വിദ്യാർത്ഥികളെ കാണാൻ പുറത്തേക്ക് വന്നു. അന്ന് 25 വയസ്സ് മാത്രമുള്ള യെച്ചൂരി എന്തുകൊണ്ട് മിസ്സിസ് ഗാന്ധി ചാൻസലർ പദവി രാജിവെക്കണം എന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു. ഏറെ താമസിയാതെ ഇന്ദിര ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. JNUവിൽ നിന്ന് ഊതിക്കാച്ചിയ പോർവീര്യം യെച്ചൂരിയുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഉണ്ടായിരുന്നു. 1975 യെച്ചൂരി CPIM അംഗമായത്. 1985 12ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1992 പൊളിറ്റ് ബ്യൂറോയിൽ. 2005 ബംഗാളിൽ നിന്ന് രാജ്യസഭാംഗമായ യെച്ചൂരി മോദി സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിന്റെ മുന്നണിയിൽ നിന്നു. മികച്ച പാർലമെന്റേറിയനായും തിളങ്ങി. ചെറുപ്പത്തിൽ പ്രകടിപ്പിച്ച പോരാട്ടവീർ അവസാന നാളുകൾ വരെ യെച്ചൂരി കൈവിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിട്ടും ദുർഘട മേഖലകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ പകർന്നു. ജമ്മു കശ്മീരിനെയാകെ മോദി സർക്കാർ 2019 തടവറയാക്കി മാറ്റിയപ്പോൾ ആദ്യം ശബ്ദമുയർത്തിയ ദേശീയ നേതാവാണ് സീതാറാം യെച്ചൂരി. അഴിമതിയെ സ്ഥാപനവൽക്കരിക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ടുകൾക്കെതിരായി രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം നയിച്ചതും യെച്ചൂരിയാണ്. കേസിൽ കക്ഷി ചേർന്ന ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. നോട്ട് നിരോധനം, പൗരത്വ ഭേദഗതി നിയമം, വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ കാവ്യവൽക്കരണം, സംഘപരിവാർ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ ജനവികാരം ഉയർത്തുന്നതിൽ യെച്ചൂരി പ്രധാന പങ്കുവഹിച്ചു. P. സുന്ദരയ്യയ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്ന് CPIMന്റെ അമരത്തേക്കെത്തിയ യെച്ചൂരിയെ പാർട്ടി സഖാക്കൾ മാത്രമല്ല എതിരാളികളും എന്നും സൗമ്യനായേ കണ്ടിട്ടുള്ളൂ. ഏതൊരാൾക്കും സമീപിക്കാവുന്ന ജനകീയ നേതാവ്, എല്ലാ അനീതികളെയും ശക്തിയുക്തം എതിർത്ത വിപ്ലവകാരി, എല്ലാ മനുഷ്യന്റെയും നീതിക്കായി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ്. പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം.